അതെ, നമ്മള് ഗോളം ഇക്വേഷൻസ് ഒന്ന് പഠിച്ചായിരുന്നു ആണോ? വീണ്ടും 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 പഠിച്ചാലേ ഈ സാധനം ഒന്ന് തറവാകത്തുള്ളൂ. 3D ജോമെട്രിയുടെ പ്രത്യേകത ഇതാണ്, ഇക്വേഷൻ തിരിഞ്ഞും മറിഞ്ഞും പോകും അല്ലെ? അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ, ഗോളത്തിന്റെ ഇക്വേഷൻസ് പറഞ്ഞേ. ഇത്തവണ നമുക്ക് എഴുതിയും കൂടെ പഠിക്കാൻ, മറക്കാതിരിക്കാൻ. ഗോളത്തിന്റെ പ്രത്യേകത, ഇതിനൊരു മുഖം ഒരു ഫേസ് മാത്രമേ ഉള്ളൂ. ഒരു മുഖം മാത്രമുള്ള 3D ഷേപ്പാണ് ഗോളം. ബാക്കി 3D ഷേപ്പുകൾക്കെല്ലാം ഒന്നിൽ കൂടുതൽ മുഖങ്ങളുണ്ട്. ഈ ഗോളത്തിന് ഒരു മുഖം ഒരു ഫേസ് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് ഇതിന്റെ വോളിയം, വ്യാപ്തം? ഇതിൽ കൊള്ളുന്നതിന്റെ അളവല്ലേ? എന്തായിരുന്നു മക്കളെ അതിന്റെ ഇക്വേഷൻ? വോളിയത്തിന്റെ ഇക്വേഷൻ ഇത് കണ്ടു പഠിച്ചോണേ. 4/3 πr ക്യൂബ്. 4/3 πr ക്യൂബ്. ഒരു ഗോളത്തിന്റെ വോളിയം, വ്യാപ്തം 4/3 πr ക്യൂബ്. വലിയൊരു ഇക്വേഷൻ കേട്ടോ. 4/3 πr ക്യൂബ് ആണ്. 4/3 πr ക്യൂബ്. ഗോളത്തിന്റെ വോളിയം 4/3 πr ക്യൂബ്. ഇനി ഗോളത്തിന്റെ ഈ പുറത്തെ എല്ലാം കൂടെ ചേർന്ന വിസ്തീർണം, അതിനെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല വിസ്തീർണം എന്ന് പറയും. അത് എന്താ മക്കളെ? ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണം 4πr² ആണ്. എന്താണ്? 4πr². ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ 4πr² ആണ് അല്ലെ? എങ്ങനെ ഓർത്തിരിക്കും? ഒരു വൃത്തത്തിന്റെ വിസ്തീർണം πr² ആണോ? അങ്ങനെയാണെങ്കിൽ 4 വൃത്തത്തിന്റെ വിസ്തീർണം കൂടുന്നതാണ് ഒരു ഗോളത്തിന്റെ വിസ്തീർണം. ഓർത്തിരിക്കുക, 4πr². അപ്പൊ ഒരു മുഖം മാത്രമുള്ളത്. ആകെ വോളിയത്തിനും ടോട്ടൽ സർഫസ് ഏരിയയ്ക്കും ഓരോ ഇക്വേഷൻസേ ഉള്ളൂ, മറന്നു പോവില്ല, എളുപ്പമാണ്. ഇതിന്റെ വോളിയം 4/3 πr ക്യൂബ്. ഇതിന്റെ ഉപരിതല വിസ്തീർണം ടോട്ടൽ സർഫസ് ഏരിയ 4πr². ഓക്കെ.